അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്തു എന്നുള്ള വാർത്ത കേട്ടാണ് ഡിസംബർ 18 എല്ലാ അമേരിക്കക്കാരും ഞെട്ടിയത്. എല്ലാ പത്രമാധ്യമങ്ങളിലും അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഒരു ഫോട്ടോയും അതിൻ്റെ ഒപ്പം ഒരു ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ ആണ് കണ്ടത്. എല്ലാവരും അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ആ ബിൽഡിങ് ഏതാണെന്നാണ്. അത് വാഷിങ്ടൺ DC ക്യാപിറ്റൽ ബിൽഡിംഗ് എന്നുള്ളത് മനസ്സിലായി. ഗൂഗിളിനോട് അതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിൾ എനിക്ക് ഇതിൻ്റെ തൊട്ടടുത്തുള്ള പല ഡിഫറെൻറ്റ് സാധനങ്ങൾ കാണിച്ചു തന്നു. വാഷിങ്ടൺ മോർലിമെൻറ്റ്, ലിങ്കൻ മെമ്മോറിയൽ, അതുപോലെ തന്നെ വേൾഡ് വാർ മെമ്മോറിയൽ 2, നാഷണൽ മോള്, അങ്ങനെ കാണാൻ ഭംഗിയുള്ള പല സാധനങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ സുഹൃത്ത് ഷിബുവിനെ വിളിച്ചു പറഞ്ഞു നമുക്കൊന്ന് പോയി ഇതൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 6 മണിയോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ താമസിക്കുന്നത് ന്യൂജേഴ്സിയിലാണ്. ന്യൂജേഴ്സിയിൽ നിന്ന് 195 മൈലുണ്ട് വാഷിങ്ടൺ DC. അങ്ങനെ ഞങ്ങൾ രാവിലെ 6 മണിക്ക് ഇറങ്ങി. ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു. മഞ്ഞുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു, നല്ല ഫോഗ്, മിസ്റ്റ്, എല്ലാ സംഭവം കൂടി ചേർന്നൊരു മിക്സ് ക്ലൈമറ്റായിരുന്നു. പക്ഷേ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടി നന്നായി സ്കിഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം റോഡിൽ നല്ല വെള്ളവും മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി ചെറുതായി സ്കിഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ മുകളിലേക്കൊക്കെ ഫോഗ് അടിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളിങ്ങനെ മെല്ലെ ഓടിച്ച് പോയി. അങ്ങനെ അടുത്ത സ്റ്റേറ്റായ ഡെലാവെയറിലെത്തി. ഡെലാവെയറിലെത്തിയപ്പോൾ ക്ലൈമറ്റ് മൊത്തം മാറി. നല്ല മഴ, അടിപൊളി മഴ. നമ്മളെ കേരളത്തിലെ ഇടവപ്പാതി മഴ പെയ്യണ പോലെ തകർത്ത് പെയ്യണം. അവിടെ അടുത്തത് അടിപൊളി ഒരു ബ്രിഡ്ജും നല്ലൊരു പുഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. മഴയത്തതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഏകദേശം ഒരു 1 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ വാഷിങ്ടൺ DC ഞങ്ങൾ കുറച്ച് ലേറ്റായി. കാരണം മഴയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ട്രാഫിക്കും ഉണ്ടെന്ന് മാത്രമല്ല ഞങ്ങൾ കുറച്ച് മെല്ലെയാണ് പോയത്. അപ്പോൾ ഏകദേശം 1 മണിയായി ഞങ്ങളവിടെ എത്തിയപ്പോൾ. പക്ഷേ വാഷിങ്ടൺ DC അടുത്ത സ്റ്റേറ്റ് എത്തിയപ്പോഴേക്കും ക്ലൈമറ്റ് മൊത്തം മാറി. നല്ല തെളിഞ്ഞ നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു. അവിടെ എങ്ങാനും മഴയായിരുന്നു ഞങ്ങളുടെ പ്ലാന് മൊത്തം കൊളായിരുന്നു. പക്ഷേ അവിടെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു. പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒരു മലയാളിനെ പരിചയപ്പെട്ടു. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ശരിയാണ്. ചന്ദ്രനിൽ പോയാൽ പോലും ചന്ദ്രേട്ടൻ്റെ ചായക്കട ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ അവിടെ ഞങ്ങളൊരു യൂട്യൂബറെ പരിചയപ്പെട്ടു. പുള്ളിയുടെ പേരാണ് ഷബീബ്. പുള്ളി ഒരു സ്റ്റുഡൻ്റാണ്. പുള്ളി അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളി ഒരു യൂട്യൂബറാണ്. അപ്പോൾ ഞങ്ങൾ പുള്ളീനെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ പോയാൽ ഞങ്ങൾക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പുറത്തുനിന്നിട്ട് ഫോട്ടോസ് എടുത്ത് തിരിച്ചു വരാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. 15 പേരുടെ ഗ്രൂപ്പായി തിരിച്ചു. എന്നിട്ട് ഒരു ഗൈഡിനും തന്നിട്ട് നമ്മളിത് കാണാൻ വേണ്ടി വിട്ടു. ഗൈഡ് നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതാണ് റൊട്ടൻഡ ഡോമിൻ്റെ നേരെ താഴെ ഇരിക്കുന്ന സ്ഥലമാണത്. ഇവിടെയാണ് അമേരിക്കൻ പ്രസിഡൻസിൻ്റെ സ്റ്റാച്യു, അതുപോലെ പെയിൻറ്റിങ്സ് ഒക്കെ ഉള്ളത്. അവിടെ എനിക്ക് മനസ്സിലായ ആകെ ഒരു പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $2 ബില്ലിലുള്ള ഒരു അമേരിക്കൻ ഫ്രീഡം ഡിക്ലറേഷൻ ചെയ്യുന്ന ഒരു പെയിൻറ്റിങ് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. ഇവിടുത്തെ $2 അത് ചെയ്തു വെച്ചിട്ടുണ്ട്. വേറെ ഒരുപാട് ഹിസ്റ്ററീനെ സംബന്ധിക്കുന്ന ഒരുപാട് പെയിൻറ്റിങ്ങുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരുപാടൊന്നും കാണാനുള്ള സമയമില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാൻ വേണ്ടി നോക്കി. അങ്ങനെ പോരാൻ ഒരു ബ്ലാക്ക് ഫ്ലാഗ് കണ്ടു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ മെൻ ഇൻ ആക്ഷൻ, വേൾഡ് വാർ 2 മിസ്സായ എല്ലാവിധ സോൾജേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അമേരിക്കൻ ഫ്ലാഗിൻ്റെ ഒപ്പം ഒരു ബ്ലാക്ക് ഫ്ലാഗ് വെക്കാറുണ്ട്. ആ ഒരു ഫ്ലാഗിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതൊക്കെ കണ്ട് ഞങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. കാരണം ഞങ്ങളുടെ സമയം ഏകദേശം അവസാനിക്കാറായി. 4:30 കഴിഞ്ഞു. അവിടെ ഒരു വൈറ്റ് സ്റ്റാച്യു ഉണ്ട്. ആ സ്റ്റാച്യു എന്താണെന്ന് വെച്ചപ്പോൾ അതാണ് അമേരിക്കൻ ആ ഡോമിൻ്റെ മുകളിലിരിക്കുന്ന സ്റ്റാച്യു ഓഫ് ഫ്രീഡം. അത് ഏകദേശം 7000 കിലോ വെയിറ്റ് ഉണ്ട്. അത്രയും വലിയൊരു സ്റ്റാച്യു ആണ് അവർ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി പറയേണ്ടത് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലിരിക്കുന്ന ഡോമിനെ കുറിച്ചാണ്. ഡോമിൽ മൊത്തം 118 വിൻഡോസ് ഉണ്ട്. അതിന് വരുന്ന ലൈറ്റാണ് ആ നീല കളറിൽ കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലൊരു ഇറ്റാലിയൻ പെയിൻറ്റിങ് ഉണ്ട്. ഇതിലേറ്റവും കാണാൻ രസമുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടൻഡയുടെ ടോപ്പ് ഭാഗമാണ്. അവിടെ ആ ഡോമിൽ നിന്ന് വരുന്ന ലൈറ്റ് അതാണ് ആ നീല കളറായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ഇതെല്ലാം ആ ഒരു പെയിൻറ്റിങ് ആണ്.
നാച്ചുറൽ ലൈറ്റാണ് അതെല്ലാം. അതും നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാൻ ഏറ്റവും ഭംഗിയുള്ളത് അത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ റൊട്ടൻ്റെ കണ്ടു. അവിടുന്ന് അടുത്തതായിട്ട് ലിബർട്ടി ഓഫ് കോൺഗ്രസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം ഞങ്ങൾ ഓൾറെഡി ലേറ്റായി, ഞങ്ങൾക്ക് ഇനി സമയമില്ല, ഞങ്ങൾക്ക് തിരിച്ചു വരും വേണം. കാരണം അത്രയും കണ്ടു തീർക്കാണ്ട്, അത്രയും ഒരുപാട് സാധനങ്ങളുണ്ട് അതിനുള്ളിൽ. ഈ ലിബർട്ടി ഓഫ് കോൺഗ്രസിനുള്ളിലുള്ളതെന്ന് പറഞ്ഞാൽ അവർ അത്രയും വലിയ കൊത്തുപണികൾ, പില്ലേഴ്സ്, അതുപോലെ തന്നെ പെയിൻറ്റിങ്ങൾ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം ഒരുപാട് എന്താ പറയുക, ചരിത്രം വിളിച്ചു പോകുന്ന ഓരോ സാധനങ്ങളാണ്. ഇതൊക്കെ എത്രയോ സമയമെടുത്തിട്ട് ഒരുപാട് പേരുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈറ്റിങ്. പുറത്തുനിന്നുള്ള ലൈറ്റ് ഉള്ളിലേക്ക് വരുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത്രയും വെൽ പ്ലാനിങ്ങോടുകൂടി അവർ ചെയ്തേക്കുന്നതല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കണം. ഇതിൻ്റെ സീലിങ്ങിൽ അവർ ചെയ്തു വെച്ചേക്കുന്ന കുറേ പെയിൻറ്റിങ്ങുകളും ലൈറ്റിൻ്റെ കുറേ സംഭവമുണ്ട്. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് അവർ ചെയ്തതാണ്. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നല്ല ബ്രൈറ്റ് കളറുള്ള പെയിൻറ്റിങ് മാത്രമേ കാണാൻ പറ്റൂ. അതുപോലെ തന്നെ അതിന് ഒരുപാട് വിൻഡോസ് ഉണ്ട്. എവിടെ നോക്കിയാലും ചെറിയ ചെറിയ വിൻഡോസ് വെച്ചിട്ടുണ്ട് അവർ. അതിലൂടെ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റ് കൊണ്ട് മാത്രമാണ് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ ഇതും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു സ്റ്റാച്യു എന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പെയിൻറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയതാണ്. ആ കാണുന്ന ബ്ലൂ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ടാണ് അത് കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഏറ്റവും മനോഹര കാഴ്ച എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഇരിക്കുന്നത് ഈ ക്യാപിറ്റൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. പാർലമെൻറ്റിലുള്ള എന്തിനാണ് ലൈബ്രറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവൊന്നുമില്ല. ഫ്ലോറിഡ അമേരിക്കയിലോട്ട് ജോയിൻ ചെയ്ത ഒരു ബില്ലിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവർ. 1821 ഫ്ലോറിഡ അമേരിക്കയിലോട്ട് ജോയിൻ ആയത്. അതിൻ്റെ ഒരു ബില്ലൊക്കെ അവരിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലമായ വാഷിങ്ടൺ മോണ്യുമെൻറ്റ് കാണാൻ വേണ്ടി നടന്നു. ഈ ബിൽഡിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ ബിൽഡിംഗ് ആയിരുന്നു. ഇത് പണി ചെയ്ത് തീർത്തപ്പോൾ 1800-കളിൽ. ഇപ്പോൾ ബുർജ് ഖലീഫയാണ്, പക്ഷേ അന്ന് ഇതായിരുന്നു ഏറ്റവും വലിയ ബിൽഡിങ്. 552 അടിയാണ് ഇതിൻ്റെ നീളം. പക്ഷേ ഇപ്പോൾ ഇത് വലിയ ബിൽഡിംഗ് അല്ല. ഇപ്പം ഇതിലും വലിയ ബിൽഡിങ്ങുകളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതിന് 2 വേൾഡ് റെക്കോർഡുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലുകൊണ്ട് തീർത്ത സ്റ്റാച്ചു ആണത്. അതുമാത്രമല്ല ഇതിൻ്റെ ഷേപ്പ് ഏകദേശം ഒരു പിരമിഡിൻ്റെ ഷേപ്പിലായിരിക്കുന്നത്. അതേ ആ പിരമിഡ് ഷേപ്പിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്നുള്ള റെക്കോർഡും ഇതിന് തന്നെയാണ്. ഞങ്ങൾ വാഷിങ്ടൺ മോണ്യുമെൻ്റ് താഴെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് ഞങ്ങൾ വേൾഡ് വാർ II മെമ്മോറിയൽ കാണാൻ വേണ്ടി നടന്നു. ഇത് വേൾഡ് വാർ II മരിച്ച സോൾജേഴ്സിൻ്റെ സ്മരണാർത്ഥം അമേരിക്കൻ ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ്. 50 സ്റ്റേറ്റിൻ്റെയും റെപ്രസെൻറ്റേഷനായിട്ട് 50 പില്ലേഴ്സും അതിൽ 50 റീത്തുകളുണ്ട്. പ്രേതത്തിൻ്റെ കാര്യം പറയാൻ മറന്നു. അതിൻ്റെ വീഡിയോ അതിൻ്റെ പിന്നിൽ പിൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണും. ജോർജ് വാഷിങ്ടണിൻ്റെ ബോഡി ഇതിൻ്റെ അടിയിൽ അടക്കം ചെയ്യണം എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് പുള്ളി ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, എൻ്റെ ബോഡി എൻ്റെ ഫാമിലി മൗണ്ട് വെർമോണിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴും അവിടെ അവർ ആ ഒരു പോയിൻ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ആദ്യം ആ വീഡിയോയിൽ പോയിൻ്റ് ചെയ്യുന്നത്. രണ്ടാമത് അവർ പറയുന്നത് ഇതിൻ്റെ അടിയിലൊരു ട്രെയിൻ സിസ്റ്റം ഉണ്ട്. അതായത് ഈ സെനറ്റേഴ്സിനും അതുപോലെ സ്പീക്കർക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിലൂടെ ഒരു ബങ്കർ സിസ്റ്റം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ട്രാഫിക് ജാം ഇല്ലാതെ ആ വഴി വരാം. കാരണം ഇല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കും പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാകും. സോ അതിൻ്റെ ഒരു ട്രെയിൻ സിസ്റ്റം അവർ ചെയ്തിട്ടുണ്ട്. അത് ഓൺലി മെമ്പേഴ്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അതുമാത്രമല്ല ഇതെല്ലാം അവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. പുറത്തുനിന്നുള്ള ഒരാൾക്ക് പോലും അതിനുള്ളിലേക്ക് പ്രവേശനമില്ല. ഇതെല്ലാം ഹൈലി സെക്യൂർഡ്, അത്രയും ഹൈ സെക്യൂരിറ്റിയുള്ള ഏരിയയാണ്. കാരണം അമേരിക്കൻ പ്രസിഡൻറ്റും അമേരിക്കയിലുള്ള ബാക്കി എല്ലാവരും വരുന്ന അത്രയും ഹൈ സെക്യൂർഡായുള്ളൊരു ഏരിയയാണ്.
പ്രേതത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 127 വർഷങ്ങൾക്ക് മുന്നേ ഒരു സെനറ്ററെ, ഒരു റിപ്പോർട്ടർ വെടിവെച്ച് കൊന്നത് ഇവിടെ വെച്ചിട്ടാണ്. അവിടുത്തെ ആ ഒരു വില്യം ടോൾബി എന്ന് പറയുന്ന കോൺഗ്രസ്മാൻ്റെ ബ്ലഡ് ഇപ്പോഴും അവിടുത്തെ ആ പടികളിൽ കിടപ്പുണ്ട്. അതിപ്പോഴും അതിൻ്റെ സ്റ്റെയിനുണ്ട്. അപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് അവിടെ എപ്പോഴും ഒരു പ്രേതമുണ്ട്. ആ പ്രേതമാണ് എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. പലരും അതിനെ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരും അതിനെ കണ്ട് പേടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇംപീച്ച് ചെയ്യപ്പെടാനുള്ള കാരണം പോലും ആ പ്രേതമാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഇതെല്ലാം സത്യമാണോ അല്ലയോ എന്നുള്ളതിൽ ഒരു തെളിവ് ഉറപ്പൊന്നും ആർക്കുമില്ല. അപ്പോൾ എല്ലാവരും പ്രേതം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഉണ്ടോ ഇല്ല എന്നുള്ളത് ശാസ്ത്രം തെളിയിക്കട്ടെ.